വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ആഡ് എന്റെ കണ്ണിൽ വിട്ടത്. ആൻഡ് ഇതിലുള്ള ഈ ഒരു സ്റ്റിക്കർ എഫക്ട് എങ്ങനെ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാമെന്ന് നമുക്ക് ഒരു വീഡിയോയിൽ നോക്കാം. ആൻഡ് ഇതിലേക്ക് നമ്മൾ എഫക്റ്റ് പ്രീസെറ്റ് വന്നതിന് ശേഷം ജസ്റ്റ് പേജ് എന്ന് സെർച്ച് ചെയ്യാം. എന്ന് സെർച്ച് ചെയ്യുമ്പോൾ CC പേജ് ടേൺ എന്നൊരു എഫക്ട് കാണാം. ആ ഒരു എഫക്ട് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു പേജിലോട്ട് ആഡ് ചെയ്യാം. ആൻഡ് ഇതിൽ കൺട്രോൾസിൽ ബോട്ടം റൈറ്റ് കോർണർ ചേഞ്ച് ചെയ്തതിനു ശേഷം ക്ലാസിക് UN സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ഹോൾഡ് പൊസിഷൻ എന്ന് പറഞ്ഞൊരു വാല്യൂ കാണാം. അതിന്റെ അപ്പുറത്തുള്ള ആ ഒരു അലാം ക്ലോക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ കീബോർഡിൽ U പ്രസ് ചെയ്യുക. U പ്രസ് ചെയ്യുമ്പോൾ ടൈം ലൈനിൽ ഇവിടെ ഒരു കീ ഫ്രെയിം വന്ന് കാണാൻ പറ്റും. ആൻഡ് ആ ഒരു കീ ഫ്രെയിം വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിൽ ഒരു റൗണ്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു റൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു ഫോൾഡ് മാറുന്ന കാണാം. ആൻഡ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺഫോൾഡ് ചെയ്തിട്ട് മുഴുവൻ നമ്മളെ പഴയ പോലെ ആക്കി വെക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു കീ ഫ്രെയിം ജസ്റ്റ് നമ്മൾ ഏതുവരെയാണ് ഈ എഫക്ട് വരേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ആൻഡ് ദെൻ വീണ്ടും നമ്മുടെ ഈ ഒരു സർക്കിൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഫോൾഡ് വരേണ്ടത് അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് കൊണ്ടുവന്ന് വെക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നതിന് ശേഷം ജസ്റ്റ് ടേൺ ചെയ്ത് പഴയ പോലെ ആവുന്ന പോലെയാണ് എനിക്ക് വേണ്ടത്. ആൻഡ് ഇപ്പൊ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു 2 കീ ഫ്രെയിം വന്ന് കാണാം. ആൻഡ് ഈ 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തതിനു ശേഷം F9 ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഈസി ചെയ്യാം. ആൻഡ് ഇതിൽ ഗ്രാഫിൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ എഡിറ്റ് സ്പീഡ് ഗ്രാഫ് ഓൺ ആക്കിയിടുക. എന്നിട്ട് ഞാൻ ഈ ഒരു ഗ്രാഫ് ഞാൻ കാണിക്കുന്ന പോലെ ഗ്രാഫ് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആയിട്ട് വരുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് മീൻസ് ഈ സ്റ്റിക്കറിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതിനുവേണ്ടി ഇവിടെ ബാക്ക് പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ sticker .png ചേഞ്ച് ചെയ്തതിനു ശേഷം നണ്ണ് മാറ്റുക. ഇതിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിലുള്ള ബാക്ക് ഒപ്പാസിറ്റി ഫുൾ ആക്കിയതിനു ശേഷം ഇതിന് ആപ്റ്റ് ആയ ഒരു കളർ നമുക്ക് ഈ ഒരു കളർ പിക്കർ യൂസിന് സെലക്ട് ചെയ്യാം. ആൻഡ് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോലെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കൂടുതൽ ട്യൂട്ടോറിയൽസിന് വേണ്ടി ഇപ്പൊ തന്നെ ഈ പേജ് ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ.